ആഗ്ര വരെ 20 സെക്കൻഡിൽ എത്താൻ പറ്റുമോ? എന്നാൽ ഇവിടെ പറ്റൂട്ടോ, റാമോജി ഫിലിം സിറ്റിയിൽ പറ്റും. അങ്ങനെ റാമോജി ഫിലിം സിറ്റി ടൂർ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ തന്നെ ബസ്സിലാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിലൊരു ഗൈഡും ഉണ്ടാകൂട്ടോ. ലോകം മുഴുവൻ ഈ ഒരു 2000 ഏക്കറിലേക്ക് ചുരുങ്ങി എന്ന് നമുക്ക് പറയാം. ഒരുപാട് ഫിലിംസിൽ കണ്ട പല സ്ഥലങ്ങളെയും പല ലൊക്കേഷനുകളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓരോ പ്ലേസും ഏതൊക്കെയാണെന്നും അവിടെ ഏതൊക്കെ ഫിലിംസ് ആണ് ഷൂട്ട് ചെയ്തതും എന്നൊക്കെ ഗൈഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഡൽഹി മുഗൾ ഗാർഡനും ഹവാ മഹലും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ദേ ഈ ഒരു കെട്ടിടയില്ലേ, ഇവിടെയാണ് നമ്മുടെ കല്യാണരാമൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ ഈ ബിൽഡിംഗ് കണ്ടോ, ഇതിന് ഗ്രീൻ കളർ ഉണ്ടെങ്കിൽ ഇതൊരു മസ്ജിദായി മാറും. അതല്ല ഇനി ഫുൾ വൈറ്റ് അടിക്കുവാണെങ്കിലോ സാക്ഷാൽ താജ്മഹലായിട്ടും മാറാം. എന്താ അല്ലേ? ഇവിടാണ് കേട്ടോ മുംബൈയിൽ നിന്ന് ആഗ്ര വരേക്കും 20 സെക്കൻഡിൽ എത്താൻ പറ്റുന്ന സ്ഥലം. ആയിരക്കണക്കിന് സിനിമകളാണ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ദേ ഇപ്പൊ തന്നെ 6 മൂവീസിന്റെ ഷൂട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഈ കാണുന്നത് ഒരു മാർക്കറ്റിന്റെ ലൊക്കേഷനാണ്. ഗാന്ധിജിയുടെ സ്റ്റാച്യു വെക്കുവാണെങ്കിൽ ഇത് ഗാന്ധിനഗർ ആകും. അതല്ല MGRന്റെ സ്റ്റാച്യു വെക്കുവാണെങ്കിലോ ഇത് MGR നഗർ ആകും. ഈ കാണുന്നത് ഒരു ജയിലാണ്. പല മൂവീസിലെയും ഐക്കോണിക് ജയിൽ സീൻസ് എടുത്തത് ഇവിടെയാണ് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഭാരതത്തിന്റെ ഇതിഹാസങ്ങളിലേക്കാണ്. ഇത് മഹാഭാരതത്തിന്റെ സെറ്റാണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്. മഹാഭാരതത്തിൽ നിന്ന് നേരെ രാമായണത്തിലേക്ക്. ഓരോ വർക്കും എന്ത് രസമായിട്ടാ ചെയ്തിരിക്കുന്നതെന്ന് അറിയാവോ? പുരാണങ്ങളിൽ നിന്ന് ഇറങ്ങി നേരെ ചെല്ലുന്നതാകട്ടെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക്. ടയറിൽ ഓടുന്ന ട്രെയിൻ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇവിടെയാണ് കേട്ടോ. ശരിക്കും ഇതൊരു റിയൽ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഓരോരുത്തരും ഈ ഓരോ ലൊക്കേഷനും അത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് ദ ഗ്രേറ്റ് മഹിഷ്മതി സാമ്രാജ്യത്തിലേക്കാണ്. വാവ്, എന്തൊരു ഫീലായിരുന്നു അറിയോ അവിടെ. ബാഹുബലി സെറ്റിംഗ് കണ്ട് നേരെ യൂറോപ്യൻ സ്ട്രീറ്റിലേക്ക്. ശരിക്കും ഒരു ഫോറിൻ കൺട്രിയിൽ എത്തിപ്പെട്ട ഫീലിംഗ് ആയിരുന്നു ഇവിടെ. സിനിമ ഒരു അത്ഭുത ലോകമാണെന്നും അതിനു പിന്നിൽ എത്രമാത്രം അധ്വാനമുണ്ടെന്നും നമുക്ക് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഒരു ദിവസം കൊണ്ട് ഫിലിം സിറ്റി ഫുൾ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നാം. പക്ഷേ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കറക്റ്റ് ടൈം നോക്കി ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ സിനിമയുടെ ഈ ലോകം നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കും. ക്ലോസിംഗ് സെറിമണിയും നമുക്കായിട്ട് ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതും കണ്ട് മനസ്സ് നിറഞ്ഞ് സിനിമയെന്ന അത്ഭുത ലോകത്തെ മനസ്സിൽ നിറച്ചുകൊണ്ട് ഞാൻ ഫിലിം സിറ്റിയോട് ബൈ പറഞ്ഞു.